ക്രിസ്ത്യൻ മാരേജ് വോവ്സ്, ക്രിസ്തീയ കുടുംബത്തിൻ്റെ വിവാഹത്തിലുള്ള വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് എടുക്കുകയാണ് കുടുംബജീവിതത്തിലേക്ക് കയറുന്നത്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് കയറുന്നതിന് മുൻപ് വീണ്ടും വിചാരത്തോടുകൂടി ഉറപ്പോടുകൂടി ഒരു തീരുമാനമെടുത്ത് ഒരു പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് ഒരു വ്യക്തിയെ സ്വീകരിക്കുമ്പോൾ അതിനു മുൻപ് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ യഹൂദന്മാരുടെ ഇടയ്ക്ക് വിവാഹ എൻഗേജ്മെൻറ്റ് ഈസ് ഈക്വൽ ടു മാരേജ് എന്നാണ് പറയുന്നത്. എൻഗേജ്മെൻറ്റ് പോലും കല്യാണം പോലെ എന്ന് പറഞ്ഞാൽ അവരെന്നും കാണുകയും പിടിക്കുകയൊന്നുമില്ല. ദാറ്റ് വാസ് നോട്ട് അലൗഡ്. പക്ഷെ സ്ത്രീയുടെ ഭവനത്തിൽ നിന്ന് പണം കൊടുക്കും. അതുകൊണ്ട് ഈ പുരുഷൻ പോയിട്ട് ഒരു ഭവനം വേറെ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഭവനം വീട് തീരുമ്പോൾ ഈ കൊച്ചൻ്റെ അപ്പനും ഇവരും കൂടെ ചെന്നിട്ട് ഈ പെൺകൊച്ചിനെ വിളിച്ചു കൊണ്ടുവന്ന് കല്യാണം നടത്തുകയാണ് യഹൂദൻ്റെ സിസ്റ്റം. അപ്പോൾ അത് ഈ വെൻ ആൻ എൻഗേജ്മെൻറ്റ് ഈസ് ഡൺ, അതായത് ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ഉറപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളിൽ അവർ കാണുന്നൊന്നുമില്ല. പക്ഷേ ഓൾമോസ്റ്റ് കല്യാണം കഴിച്ചതുപോലെയാണ് സൊസൈറ്റി അവരെ കാണുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീയും പുരുഷനും ജീവിച്ചു കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് ഇറങ്ങുന്നത്. അവിടെ നമ്മൾ ബേസിക്കലി തെറ്റുകയാണ്. കർത്താവ് ചില നിബന്ധനകൾ പറഞ്ഞിരിക്കുന്നത് ദൈവം നിബന്ധന തന്നിരിക്കുന്ന നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഓരോ വ്യക്തിയിലും അവരുടെ വീടുകളിൽ പഠിപ്പിച്ചനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ തെറ്റൊരിക്കലും നല്ലതെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം, എന്ത് കമ്പാറ്റബിലിറ്റി അറിയാൻ എന്നിട്ട് ഉടനെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും അല്ല സത്യം. അപ്പം അങ്ങനെയുള്ള ഈ വലിയ ചർച്ചുകളിലൊക്കെ പോകുന്നവർ അങ്ങനെ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിച്ച് കഴിഞ്ഞിട്ടേ കല്യാണം നടത്തത്തുള്ളൂ. ബിക്കോസ് ദേ ഹാവ് ടു റിയലൈസ് ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഇത് എന്നെ പഠിപ്പിച്ചാലും കതിരെ കൊണ്ട് വളം വെക്കുന്ന പോലെയാണ്. സ്വാതന്ത്ര്യം, ദൈവാത്മാവിലല്ലാത്ത സ്വാതന്ത്ര്യം, ഇറ്റ് ലീഡ്സ് ടു മിസറീസ്. നമ്മൾ തീരുമാനം എടുക്കുന്ന ജഡത്തിലാണെങ്കിൽ അത് നാശത്തിലേക്ക്. അപ്പോൾ ക്രിസ്ത്യൻ വൗസ് എന്ന് പറയുന്നത് മാരേജിന് ചില പ്രോമിസസ് എടുത്തിട്ടാണ് വാഗ്ദാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അതിൽ പലതരത്തിലും ഓരോ സഭയ്ക്കും ഓരോ തരത്തിലാണ്. മെയിൻ ലൈൻ ചർച്ചിൽ സ്ത്രീയും പുരുഷനുമായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ അച്ഛന്മാർ നിന്നാണ് അവരെ അനുഗ്രഹിച്ച് ദൈവം ഏദൻ തോട്ടത്തിൽ അനുഗ്രഹിച്ചതുപോലെയും ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം പോലെ അവരെ ഒന്നിച്ച് ചേർത്ത് നിർത്തി അവരൊന്നിച്ച് കഴിയാൻ വേണ്ടിയുള്ള സകല അനുഗ്രഹം അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം ഇവർ അബ്സോർവ് ചെയ്യുന്നെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പക്ഷെ ദാറ്റ് ഈസ് ഗുഡ്. എന്നാൽ വേറെ ചില സമുദായങ്ങളിൽ അവരവർ തന്നെ സ്ത്രീയും പുരുഷനും, പുറത്ത് വെസ്റ്റേൺ കൾച്ചറിലൊക്കെ സ്ത്രീയും പുരുഷനും ദേ എക്സ്ചേഞ്ച് ദ വൗസ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനങ്ങൾ, പ്രോമിസസുകൾ എക്സ്ചേഞ്ച് ചെയ്യാണ്. അതിലൊരെണ്ണമാണ് ഞാനിന്ന് എടുക്കുന്നത്. ഇങ്ങനെയാണ് അവർ എഴുതുന്നത്. അതായത് ഇറ്റ്സ് എ പ്രോമിസ് ടു ലവ്, ടു ചെറിഷ്, ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. അങ്ങനെയാണ് ഒരു ഇൻ ക്രിസ്ത്യൻ മാരേജ് ദ കപ്പിൾസ് പ്രോമിസ് ടു ലവ്, ടു ചെറിഷ് ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. അതായത് ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതാനും അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസ്തരായിട്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞാണ് ഈ വിവാഹത്തിലോട്ട് കയറുന്നത്. അങ്ങനെയാണ് അവരുടെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോമിസസ് ഉറപ്പിക്കുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? ഇൻ ക്രിസ്ത്യൻ മാരേജ് പ്രോമിസസ് ടു ലവ്, ചെറിഷ്, ബി ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ ഫോർ ബെറ്റർ, ഫോർ വേഴ്സ്, ഫോർ റിച്ചർ, ഫോർ പുവറർ, ഇൻ സിക്നെസ്, in health and in health until death do we part. ഇതാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ പുരുഷനും സ്ത്രീ ഒന്നിച്ചു കയറുമ്പം ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തയോടെ ജീവിക്കാനും നല്ല കാലത്തും അഴുക്ക് കാലത്തും, പണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, സുഖത്തിലും സുഖമില്ലാത്തപ്പോഴും, മരണം വരെ ഒന്നിച്ച് ജീവിക്കും. These vows are often formed within the context of a covenant between a man and a woman and God reflecting on God's covenant with the people. അതായത് ദൈവം മനുഷ്യനോട് കൊടുത്തിരിക്കുന്ന ആ ഉടമ്പടിയുടെ അടിസ്ഥാന ബേസിസ് വെച്ചുകൊണ്ട് തന്നെയാണ് പുരുഷനും സ്ത്രീയും കുടുംബജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് കയറുമ്പം ആ ദൈവം തന്ന ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരും വാഗ്ദത്തം ചെയ്യുന്നത്. ദൈവം നമ്മളെ ഇട്ടേച്ച് ഒരിക്കലും പോകത്തില്ലെന്ന് പറയുന്നില്ല. ഐ വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക് യു. ഞാൻ എന്നെ ഇട്ടേച്ച് എങ്ങും പോകത്തില്ല. ഞാൻ അനന്യൻ തന്നെ. ഐ എം ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഞാൻ
ഇപ്പം നമ്മളിപ്പം ഓർക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ഒരു കുടുംബം ഉണ്ടാക്കിയെങ്കിൽ പിതാവാം ദൈവം പുത്രനൊരു ബ്രൈഡിനെയാണ് അവിടെ ഉണ്ടാക്കിയതെന്ന് കാണുകയാണെങ്കിൽ വി സീ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എൻ്റെ പുത്രനെ കൂട്ടിനും തുണയുമായിട്ട് ഒരു മണവാട്ടിയായിട്ട് സഭയെയാണ് ഉണ്ടാക്കിയത്. അവിടെ കറാചുളുക്കം എന്തൊക്കെ ഉണ്ടായാലും പരിഹരിക്കാൻ എൻ്റെ പുത്രനറിയാം. അത് തന്നെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കയറുമ്പോൾ, ഒരു വിവാഹ ജീവിതത്തിലോട്ട് കയറുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് തലയും ഭർത്താവിന് തല ദൈവവുമായിട്ട് നിന്നെങ്കിൽ ആ കുടുംബജീവിതം ശരിയാകും. അത് ഈ ഒരു ഓർഡർ തെറ്റിച്ചു പോയെങ്കിൽ തെറ്റിപ്പോയി. ഒരു പുരുഷൻ്റെ തല ദൈവമാണ്, ഒരു ഭാര്യയുടെ തല ഭർത്താവാണ്. ഭാര്യയും ഭർത്താവും മക്കൾക്ക് പ്രൊട്ടക്ഷനാണ്. ഈ ഫൗണ്ടേഷൻ, അതിൻ്റെ കോർണർ സ്റ്റോൺ ക്രിസ്തുവാണ്. ഇത് ഇടിച്ചു കളഞ്ഞ് എന്ത് ചെയ്യും? അതെത്ര ലാഘവമായിട്ട് ഒരു കണക്കി നോക്കിയാൽ ഇൻ്റർനാഷണലായിട്ടുള്ള ഈ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും പോയി അവർ വിശ്വാസികളെ തന്നെയല്ല കല്യാണം കഴിക്കുന്ന ഒന്ന്. പിന്നെ ആത്മീയ തലത്തിലാണെങ്കിലും സുഖങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞേച്ച് പോകുന്നവരും ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ. എന്തുകൊണ്ടാണ് യഹൂദൻ അവനെ തന്നെ അവൻ്റെ കൂട്ടത്തിലുള്ളവരെ മാത്രം ഒരു കൾച്ചറലായിട്ട് അവർ അതിനകത്ത് തന്നെ നിൽക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ടോട്ട്. പണ്ട് കാലങ്ങളിൽ നമുക്കും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് മക്കൾ അപ്പനമ്മയെ ഭരിക്കാൻ തുടങ്ങിയാൽ ശരിയാകും. അവർക്ക് ഈ ആത്മീയ ഗോളത്തിൽ ഇത്രമാത്രം അറിവുണ്ട്. അവർക്ക് എവിടെയാണ് അതിന് നേരം? പക്ഷെ ഉയർന്നു നിൽക്കുന്ന പ്രായമുള്ളവർ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇവിടെ ചർച്ചുകളിൽ സഭകളിൽ എപ്പോഴും പറഞ്ഞു കൊടുത്തിരുന്നില്ലെങ്കിൽ അവരും തെറ്റിപ്പോകും. കർത്താവ് പറയുന്നത് ഈ കവനൻ്റ് അവരെ ഓർപ്പിക്കുക. ദ വൗസ് ആർ ഫോംഡ് വിതിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ കവനൻ്റ്. ദൈവം, അതായത് പുത്രൻ തമ്പുരാൻ സഭയാകുന്ന മണവാട്ടിയോട് ചേർന്ന പോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ചേരണം എന്നാണ് വിവാഹത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ദ കോമൺ എലമെൻറ്റ് ഇൻ ട്രഡീഷണൽ വേഴ്സ് ഈസ് ലൈക്ക്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ പേര് ഐ ടേക്ക് യു ടു ബി മൈ വൈഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കും, നിൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ഇഷ്ടമുണ്ടോ? യെസ് എന്ന് പറയും. അപ്പുറത്തും ചോദിക്കും, നിൻ്റെ ഭർത്താവായിട്ട് ഈ വ്യക്തിയെ സ്വീകരിക്കും. അപ്പോൾ രണ്ടുപേരും എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇറ്റ്സ് നോട്ട് എ സ്മോൾ മാറ്റർ, ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. അത് നാളെ വസ്ത്രം ഉരിയുന്ന പോലെ ഉരിയാനാണോ ദൈവം ഉദ്ദേശിച്ചത്? കർത്താവ് ഒരിക്കലും നമ്മളെ ഇട്ടേച്ച് പോകുന്നില്ലല്ലോ. ഒരാൾ ഇട്ടേച്ച് പോയാലും വേറൊരാൾ വിശ്വസ്തനായിട്ട് ഇന്ന് ദൈവം പ്രവർത്തിക്കുമെന്ന്. ദൈവം ഒരിക്കലും നമ്മളെ ഇട്ടേച്ച് പോകുന്നില്ലല്ലോ. സഭയ്ക്ക് വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തു? ക്രൂശുമരണം വരെ ഏറ്റില്ലേ? പറയുന്നില്ലേ? എഫേസ്യസിനകത്ത് എഴുതിയിട്ടുണ്ട്, പത്രോസിൽ എഴുതിയിട്ടുണ്ട്, അവൻ നമ്മുടെ കറാചുളുക്കം ഒന്നും ഇല്ലാതാക്കി നിർത്താൻ വേണ്ടി തന്നെത്താനെ കൊടുത്തു. ആ സ്നേഹം എന്ന് പറയുന്നത് ടു ഹാവ് ടു ഹോൾഡ്. ഒന്നാമത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെന്താ? നമ്മൾ അങ്ങോട്ടും ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഐ അക്സെപ്റ്റ് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. ഈ ദിവസം തൊട്ട്, അതായത് വിവാഹ ജീവിതം തൊട്ട് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ലൈഫ് ടുഗദർ. നമ്മൾ രണ്ടുപേരും കൂടി ഒരു പുതിയ ജീവിതം, എ ഷെയർഡ് ജേർണി ഫ്രം ദ വെഡിങ് ഡേ ഓൺവേർഡ്സ്, ഫോർ ബെറ്റർ ഓർ വേഴ്സ്. നന്മയ്ക്കോ തിന്മയ്ക്കോ, സുഖത്തിനോ പണത്തിനോ ഉണ്ടെങ്കിലോ പണം ഇല്ലെങ്കിലോ, നിനക്ക് സൗഖ്യമുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ, ഈ പ്രോമിസ് ഈസ് ഗിവൺ. ദിസ് പ്രോമിസ് ടു ഓഫർ കെയർ ആൻഡ് സപ്പോർട്ട് ഡ്യൂറിങ് ടൈംസ് ഓഫ് ഹെൽത്ത് ആൻഡ് ചലഞ്ചസ്. അതായത് നമ്മുടെ വീട്ടിലൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുക, അല്ലെ പണസംബന്ധമായ വിഷമം ഉണ്ടാകുക, അന്നേരം ഒരു കുടുംബമായിട്ട് അത് സോൾവ് ചെയ്യുന്നതിന് പകരം ഒരാൾ ഇട്ടെറിഞ്ഞേച്ച് അങ്ങ് പോവുക, പിന്നെ ഒരാൾ അനക്കമില്ല, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി. വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാകുമ്പം എവ്രിബഡി ഈസ് ബീങ് ടോർമെൻറ്റഡ്. ആരാണ് ഇതിൻ്റെ ഇടയ്ക്കത്തെ ശത്രു? ദുഷ്ടനായ പിശാച്. ഇവരിത് മനസ്സിലാക്കാതെ അന്യോന്യം കുറ്റം പറയാണ്. ആദം പാപം ചെയ്ത നിമിഷത്തിൽ അവയെ കുറ്റം പറഞ്ഞു, അവ പാപിനെ കുറ്റം പറഞ്ഞു. ഇന്നും വിവാഹ ജീവിതത്തിൽ എൻ്റെ ബലഹീനത കൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കുറവ്, അതായത് ദൈവവും സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ റിഫ്ലക്ഷനാണ് കുടുംബജീവിതത്തിൽ വരുന്നത് എങ്കിൽ ആ കുടുംബജീവിതം നിർത്തേണ്ട ചുമതല ദൈവത്തിൻ്റെയാണ്. പിന്നെ ഒരു തട്ട് ഉറപ്പിക്കാനാണ് മുൻപിലുള്ളവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത്. അത് എത്ര ബലഹീനതയിൽ വന്ന് നശിച്ചു പോയതാണെങ്കിലും ഐ ആം ടെല്ലിങ് യു, ഗോഡ് ക്യാൻ റിപ്പയർ ഇറ്റ്.
ദൈവത്തിന് ആത്മാവിൽ ശക്തമായ കാറ്റടിപ്പിച്ച് ശത്രുവിനെ അടിച്ചു മാറ്റി തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് കർത്താവ് ക്രൂശിന്മേൽ കയറിയതെങ്കിൽ തൻ്റെ സഭയെ തിരിച്ചു കൊണ്ടുവരിപ്പിച്ച ദൈവം നമ്മുടെ തലമുറകളെ കൊണ്ടുവരാൻ വിശ്വസ്തൻ തന്നെ. എന്താണ് ഡിവോഴ്സ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത്? ഇഷ്ടമില്ല എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഹേർട്ടിങ് എവ്രി വൺ. അല്ലാതെ സ്ത്രീക്ക് സമത്വം കൊടുത്ത് നമ്മൾ ഒരു കുടുംബയോഗത്തിന് വന്നപ്പം ഡിവോഴ്സ് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആരെയും കുറ്റമല്ല പറയുന്നത്. വൈ ഗോഡ് ഡസൻ ലൈക്ക്? ബിക്കോസ് ചില സാഹചര്യങ്ങളിൽ യു മേ ഹാവ് ടു സെപ്പറേറ്റ് യുവർ സെൽഫ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. ബട്ട് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് ഇൻ ദ ബൈബിൾ കനോട്ട് ബി ചേഞ്ച്ഡ്. ഒരു സ്വർണം 996 എന്ന് പറഞ്ഞേച്ച് നമ്മൾ 966 എന്നൊക്കെ പറഞ്ഞേച്ച് അത് മാറ്റി എഴുതിച്ച് നമ്മളിട്ടാൽ നമ്മുടെ കഴുത്തേൽ സ്വർണം ഇടുന്നിടത്ത് നമുക്ക് അറപ്പ് വരും. അപ്പം നമുക്കിത് മാറ്റാൻ അവകാശമില്ല. അത് ഫണ്ടമെൻ്റൽ ട്രൂത്ത് എന്തെന്ന് ആരെങ്കിലും പറയണം. അത് ഞാൻ പറയുന്നതേ ഉള്ളൂ. എത്ര പേര് കേൾക്കുമെന്നല്ല. എന്നോട് ദൈവം ചോദിക്കുന്നത് ഞാൻ ഇത്രയും സത്യങ്ങളാണ്. ഞാനൊരു ലോയറാണ്. ഞാൻ ഡിവോഴ്സ് കേസസ് ഒത്തിരി ആദ്യകാലങ്ങളിൽ എടുക്കുമായിരുന്നു. ഇപ്പോൾ എടുക്കാറില്ല. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഐ ഹാവ് നോട്ടീസ്. പണ്ടൊക്കെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കളുടെ അവിശ്വസ്തത കൊണ്ടാണ്. ഇപ്പോൾ അതൊന്നുമല്ല. സിമ്പിൾ റീസൺസ് പറഞ്ഞു. വെരി സ്മോൾ റീസൺസ്. ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ മറന്നുപോയെന്ന്, വെഡിങ് ആനിവേഴ്സറിക്ക് പ്രസൻറ്റ് കൊണ്ട് കൊടുത്തില്ല, ദൂരെ പോയിരുന്ന ആൾ വിളിച്ചില്ല, സമയം പറഞ്ഞപ്പം കയറി വന്നില്ല, കൂട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ചു. എവറിത്തിങ് ക്യാൻ ബി റെക്ടിഫൈഡ് by continuous compassion and love. അതൊന്നും ചെയ്യാതെ ഉടനെ തന്നെ പിശാച് വേറെ ആളെ കൊണ്ട് കൊടുക്കുക വഴിയിൽ. നീ ആഗ്രഹിച്ച എല്ലാം കൂടെ ചെന്നു. പക്ഷേ വിശ്വാസിയായിരിക്കത്തില്ല. പോരെ നമ്മുടെ ആഗ്രഹം. കുടുംബം നശിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കും, തലമുറയെ ഇല്ലാതാക്കും. ആ ഒരു വിന വരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം ദൈവമേ നീയാണ് സ്ഥാപിച്ചത്. കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ച് തന്നെത്താനെ കൊടുത്ത് സഭയിലുള്ള കറാചുളുക്കോ എല്ലാം മായ്ച്ചു കളഞ്ഞു തൻ്റെ മണവാട്ടിയായിട്ട് ഇത്രമാത്രം സഹിക്കുന്നുണ്ട്. ഇപ്പോഴും എത്രമാത്രം സഹിക്കുന്നുണ്ട്. എന്തെല്ലാം ബലഹീനതയുണ്ടെങ്കിലും പിതാവിൻ്റെ മുമ്പിൽ അതൊന്നും പറയാതെ വെച്ചുകൊണ്ടിരിക്കുക. ഇത്ര വലിയ സ്നേഹത്തിന് മുമ്പിൽ എന്താണ് ഞങ്ങൾ പറയേണ്ടി? ആ ദൈവത്തിൻ്റെ ആത്മാവ് മക്കളിൽ പകർന്നു കൊടുത്തിട്ട് ഭർത്താക്കന്മാർ തലയായി നിൽക്കേണ്ടവർക്ക് ക്രൂശുമരണത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടിട്ട് ആ സ്നേഹത്തിൽ നിൽക്കാനുള്ള ബലം കൊടുക്കണം. ഭാര്യമാർക്ക് കമ്പാഷനേറ്റ് ആൻഡ് ലവിങ് ഹാർട്ട്, ഓണർ ചെയ്യാനുള്ള ഹൃദയം. അതായത് എൻ്റെ സഭയുടെ തലയാണ് ക്രിസ്തു എന്ന് പറയുന്നത് പോലെ ഭാര്യയ്ക്ക് ഭർത്താവാണ് തലയെന്ന് മനസ്സിലാക്കുന്നത്. ഭാര്യ ദൈവത്താൽ ആദത്തിനകത്ത് സൃഷ്ടിച്ച വ്യക്തിയായിരുന്നത് അല്പകാലം പുറത്താണെങ്കിൽ അവർ വീണ്ടും ഒന്നിച്ച് ദൈവം നിയോഗിച്ച് ചേർത്തതാണെന്നും രണ്ടുപേരും ഒന്നിച്ച് നിന്നാലേ സ്വർഗത്തിൻ്റെ പ്ലാനുകൾ നടക്കത്തുള്ളൂ എന്നും ഇതെൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ ഒന്നിച്ച് നിൽക്കുന്നതാണെന്നും ഞാനല്ല ഇവിടെ പ്രധാന വ്യക്തി, ഒരു കുടുംബമായിട്ട് നിർത്താൻ എന്നെക്കൊണ്ട് ഈ കുടുംബത്തിന് സാധിക്കും. അങ്ങനെയാണല്ലോ പഴയ തലമുറകളിൽ നിന്നത് കർത്താവേ. ഇവിടെയൊക്കെ നിൻ്റെ കൃപയാണ് ഒഴുകിയത്, ആരുടെ മിടുക്കല്ല. പക്ഷെ ആരൊക്കെയോ പുറയിൽ പ്രാർത്ഥിച്ചു. നിൻ്റെ സഭയെ നീ നിർത്തിയെങ്കിൽ കുടുംബങ്ങളിൽ നശിച്ചു പോകുന്ന കുടുംബങ്ങളിൽ കർത്താവെ നിൻ്റെ ആത്മാവിൻ്റെ പകർച്ച അയക്കണം. ഈ വചനം ചെന്ന് കൊള്ളുന്നിടത്തെല്ലാം ഒരു പുതിയ ഉറവ തുറക്കണം, ജീവൻ്റെ ഉറവ. ആ ഉറവ ചെല്ലുമ്പോൾ എല്ലാ കുറവുകളും മറക്കണം. ആ ദിവ്യ സ്നേഹം അതിനകത്ത് ഒഴുകണം. മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. മക്കൾക്ക് സേഫായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ഹേവനായിട്ട് കുടുംബമാക്കണം. അത് അപ്പനമ്മമാർ ശ്രദ്ധിച്ച് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാൻ അവരെ നീ പഠിപ്പിക്കണം. ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് നടന്ന് ഒരു വിജയമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നാഥൻ അത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വചനം പറയിപ്പിച്ചത് അവിടെ നിന്നാണെങ്കിൽ നിൻ്റെ ഹൃദയവേദന കുടുംബത്തിനെ നശിപ്പിക്കുമ്പം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് യേശു തന്നെയാണ്. അതെങ്ങനെ പരിഹരിക്കുമെന്നും കുടുംബം എങ്ങനെ നിൻ്റെ ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഒരു പോക്കുവഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോ കുടുംബത്തിനും വേണ്ടത് പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുക്കണമേ. നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്തതിനാൽ എല്ലാവരും കർത്താവ് തന്നെ മാടി വിളിച്ച് 99 ആടിനെ ഇട്ടേച്ച് ഓരോ ആടിൻ്റെ പുറകെ പോയതുവൻ അതാ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അനേകരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതിടയാക്കട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.